ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് നമുക്കിന്ന് തുടർന്ന് വായിക്കുവാനും ധ്യാനിക്കുവാനും ഉള്ളത്. ഈ 3-ാമത്തെ അധ്യായം പ്രാഥമികമായും ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. അപ്പോൾ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ കാക്ഷിക്കുവാനായിട്ട് ഒരു അനുവാദം ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ അത് ദൈവം സഭയ്ക്ക് കൊടുക്കുന്ന ദാനങ്ങളാണ് എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും ഒക്കെ നിയമിച്ചിരിക്കുന്നു, സുവിശേഷന്മാരായും ഒക്കെ നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ചിലരെയാണ്, എല്ലാവരെയും അല്ല. അപ്പോൾ ഇത് കാക്ഷിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെയുള്ള കൃപാവരങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ആത്മീക ശുശ്രൂഷ നിയോഗം എന്ന് പറയുന്നത് അത് ദൈവത്താൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കൃപയും ശക്തിയും ഒക്കെ ദൈവത്തിൽ നിന്ന് അതിന് ലഭിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കാക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ദൈവം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്ന ആളുകൾക്കാണ് അത് കാക്ഷിക്കുവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് സമൂഹത്തിലേക്ക്, ക്രിസ്തീയ സഭകളിലേക്ക് നോക്കിയാൽ സഭകളിൽ അങ്ങനെ ആത്മീക ശുശ്രൂഷ സ്ഥാനം കാക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് അതിനുള്ള കൃപാവരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇങ്ങനെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വത്തെ പൊതുവെ ആളുകൾ ഇന്ന് കാണുന്നത് ഒരു സ്ഥാനമായിട്ടും അതുപോലെ തന്നെ ഒരു അധികാരമായിട്ടും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവെ ആളുകൾ അതിനെ കാണുന്നത്. എന്നാൽ അത് ബഹുമാനം കിട്ടുകയില്ല. ബഹുമാനത്തിന് അവർ അർഹരാണെങ്കിലും ബഹുമാനമല്ല അവിടെ കിട്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ ദാസൻ കഷ്ടമനുഭവിക്കാൻ മനസ്സുള്ളവനായിരിക്കണം എന്നുള്ളതായ കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അപ്പസ്തോലന്മാർക്ക് ആർക്കും അങ്ങനെ വലിയ ബഹുമാനം, അപ്പസ്തോലന്മാർക്ക് പോലും ബഹുമാനം കിട്ടിയതായിട്ട് നമുക്ക് കാണുന്നില്ല. പല സഭകളിൽ നിന്നും അവർക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് അതൊരു മോഹിക്കാവുന്ന ഒരു സ്ഥാനമല്ല. മറിച്ച് അത് വളരെ ഉത്തരവാദിത്വവും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതുമായ ഉത്തരവാദിത്വമുള്ള ഒരു ശുശ്രൂഷയാണ്. അത് സ്ഥാനമല്ല, മറിച്ച് അത് ഒരു ദാസ്യവേലയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പൗലോസ് അപ്പസ്തോലൻ പോലും പറയുന്നത് നിങ്ങൾ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ എന്നാണ്. യഥാർത്ഥത്തിൽ ദൈവമക്കളെ പരിശീലിപ്പിച്ച് അവരെ ദൈവസന്നിധിയിൽ യോഗ്യരായി നിർത്തുക, പൂർണ്ണതയുള്ളവരായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ ആത്മീയ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അവർ കണക്ക് കൊടുക്കേണ്ടതാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആത്മാക്കൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടുന്ന മനുഷ്യർക്കല്ല, ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ആത്മീയ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥാനമോ അധികാരമോ എന്നുള്ള നിലയിൽ അതിനെ സമീപിക്കുന്ന ആളുകൾ പലപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്
ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതിന്റെ സ്ഥാനവും മാനവും ഒക്കെ അധികാരവും ഒക്കെയാണ് ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അത് അവരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും അത് പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ ആളുകളല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ ആളുകൾ അവര് പൊതുവെ അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചായിരിക്കും അവർക്ക് ചിന്തയുണ്ടാകുക. അപ്പോൾ ആ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും ഒരുപക്ഷെ അതിനോട് സമീപിക്കുന്നത് വളരെ ഭയത്തോടെ ആയിരിക്കും. അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രവണതയായിരിക്കും പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ആണ് അത് കാക്ഷിക്കണമെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ഥാനമല്ല. എന്നാൽ ഇതിനകത്ത് അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം തന്നെ. അപ്പോൾ ഇത് വളരെ വലിയ വേലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധ്വാനമുള്ള കാര്യമാണ്. വളരെ അധ്വാനമുള്ള കാര്യമാണ് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ. എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അപ്പസ്തോലന്മാര് തങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞത്, ഒരു ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ അവര് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ പഠനത്തിലും വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. മേശയിലുള്ള ശുശ്രൂഷ അങ്ങനെ ഡീക്കന്മാർക്ക് കൊടുക്കുക, വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. അപ്പോൾ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നല്ല വേലയിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദൈവജനത്തെ വീടുതോറും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും അവരുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുകയും ഓരോരുത്തർക്കും വേണ്ടുന്നതായിട്ടുള്ള ആത്മീയ പോഷണവും ഉപദേശവും ശാസനയും ഒക്കെ വ്യക്തിപരമായിട്ടും സഭയിലും അത് കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. വളരെ അധ്വാനം ഉള്ളതായ കാര്യമാണ്. ദൈവവചനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറെ അധ്വാനമുള്ളതായ കാര്യമാണ്. കാരണം ദൈവവചനത്തോട് നീതി പുലർത്തേണ്ടത് പഠിപ്പിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. തെറ്റായിട്ടൊന്നും ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് അനുവാദമില്ല. അതിലും കണക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ദൈവ പൈതലിന്റെയും ആത്മീക അവസ്ഥയെ സംബന്ധിച്ച് ദൈവത്തിന് കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെയേറെയാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നല്ല വേല, നല്ല അധ്വാനം അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്ന് മാത്രവുമല്ല, പഠിപ്പിക്കുക ഉപദേശിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനോട് ചേർന്ന് ഒരു മാതൃക കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും ഈ ശുശ്രൂഷ രംഗത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ്. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. അപ്പോൾ ഈ മാതൃകാപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് അവരുടെ യോഗ്യതകളെ കുറിച്ച്, മൂപ്പന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ശ്രദ്ധിച്ചാൽ ലോകത്തിൽ ഒരു ജോലിക്കും ഒരു വേലയ്ക്കും ഇതുപോലെയുള്ള ഒരു യോഗ്യത ആവശ്യമില്ല. അപ്പോൾ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ യോഗ്യത ആവശ്യമുള്ള ശുശ്രൂഷ എന്താണ് എന്ന് ചോദിച്ചാൽ അത് സഭാ ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷയാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഈ യോഗ്യതകളിൽ എന്തിലെങ്കിലും നമുക്ക് വെള്ളം ചേർക്കുവാനോ അല്ലെങ്കിൽ ഇതിൽ കുറെ ഇല്ലെങ്കിൽ അതിനെ പരിഗണിക്കുവാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു അനുവാദം നമുക്ക് വചനത്തിൽ കാണുന്നുമില്ല. എല്ലാ യോഗ്യതകളൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. അതായത് ദൈവവചന പ്രകാരം മൂപ്പന്മാരാകുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷകർ ഇടയന്മാരാകുവാൻ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള യോഗ്യതകൾ എല്ലാം ഇല്ല, കുറച്ചൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനെയുള്ളവരെ ഇടയന്മാരാക്കാമോ എന്ന് ചോദിച്ചാൽ ദൈവവചനം അതിനെ അംഗീകരിക്കുന്നില്ല. ഈ യോഗ്യതകളിലൊന്നും പൂർണ്ണതയിൽ ആർക്കുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ഒരു വഴിയെ സഞ്ചരിക്കുകയും
മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ യോഗ്യത ആവശ്യമുള്ളതായ ജോലിയാണ് ദൈവവചന ശുശ്രൂഷ, അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷ സഭാ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. നിരപവാദ്യനായിരിക്കണം, അതായത് അവരെക്കുറിച്ച് ഒരു അപവാദവും സമൂഹത്തിൽ സഭയിലോ സമൂഹത്തിലോ ഉണ്ടാകുവാനായിട്ട് പാടില്ല. സമൂഹത്തിൽ നിന്നൊരു പക്ഷേ തെറ്റായി നമ്മെക്കുറിച്ച് ദോഷമായ കാര്യങ്ങൾ പറയുന്നത് അതിൽ നിന്നും വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആ ഗണത്തിൽ വരുന്നില്ല. എന്നാൽ അപവാദങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അപവാദങ്ങൾ വീണ്ടും കേൾക്കാനായിട്ട്, അതുമാത്രവുമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിലും സഭയിലും ബഹുമാനം ആർജിക്കുവാനായിട്ടും അവരെ കേൾക്കുവാനായിട്ടും ആളുകൾ തുനിയുകയില്ല. നമുക്കറിയാമല്ലോ, വളരെ ദോഷമായ അവരെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് ചോദിക്കുന്ന വിശ്വാസികളും സഭയ്ക്കുള്ളിൽ വിശ്വാസികളും സഭയ്ക്ക് പുറത്ത് മറ്റുള്ള ആളുകളും അവര് അപവാദത്തിനിരയായിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ അങ്ങനെ ശുശ്രൂഷ ഏൽപ്പിക്കുവാനായിട്ട് പാടുള്ളതല്ല. ഏകഭാര്യയുടെ ഭർത്താവും, എന്തുകൊണ്ടാണ് ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുവാൻ കാരണം എന്ന് ചോദിച്ചാൽ, അന്നൊക്കെ ബഹുഭാര്യാത്വം നിലനിൽക്കുന്ന നിലവിലുള്ള കാലഘട്ടമായിരുന്നു. ഒരാൾക്ക് പല ഭാര്യമാരും അവരിലൊക്കെ മക്കളുമൊക്കെയുള്ള ജാതീയമായ അവസ്ഥയൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നും നമുക്ക് അനേക സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ചെന്നാൽ അവിടെ ബഹുഭാര്യാത്വം എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. അപ്പോൾ എല്ലാ ഭാര്യമാരിലും മിക്കവാറും മക്കളും ഒക്കെ കാണും. അപ്പോൾ അവരെ ഏതെങ്കിലും ഒരാളെ ഉപേക്ഷിക്കണമെന്ന് പറയുവാനായിട്ടൊന്നും കഴിയുകയില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയ നോർത്ത് ഇന്ത്യയിലും അങ്ങനെ ഒരു കുടുംബം ഒരു സഭയിൽ ഉണ്ടായിരുന്നു. 2 ഭാര്യയുള്ള ഒരാള്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവര് ഒന്നിലധികം ഭാര്യമാരുമായിട്ട് ജീവിക്കുന്ന അവരെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മക്കളുമൊക്കെ ഉള്ള സ്ഥിതിക്ക് അവരെ ഉപേക്ഷിക്കണമെന്ന് പറയുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ അവർക്ക് ആർക്കും ആത്മീയ ശുശ്രൂഷ കൊടുക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നതിന്റെ ആവശ്യം അതാണ്. പിന്നെ നിർമ്മതരായിരിക്കണം, ജിതേന്ദ്രിയരായിരിക്കണം, സുശീലനായിരിക്കണം, അതിഥിപ്രിയനായിരിക്കണം, ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. നിർമ്മതനായിരിക്കുക എന്ന് പറഞ്ഞാൽ, മതം പൊട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മതം പൊട്ടിയ ആനയുടെ പ്രത്യേകത എന്താണ്? അതിനെ തന്നെ നിയന്ത്രിക്കുവാനോ മറ്റുള്ളവർക്ക് അതിനെ നിയന്ത്രിക്കുവാനോ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ, സ്വയമായ നിയന്ത്രണമില്ലാത്തവരും മറ്റുള്ളവരെ കേൾക്കാത്തവരുമായിട്ടുള്ള ആളുകളല്ല അവര് അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ഈ ഒരു പദത്തോട് സമാനമായിട്ടുള്ള ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജിതേന്ദ്രിയൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ആള്, സുശീലൻ നല്ല ശീലങ്ങളുള്ള ആള്, അതിഥിപ്രിയൻ അതായത് മറ്റുള്ളവരെ വീട്ടിൽ കൈക്കൊള്ളുവാനും അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ. ഈ അതിഥിപ്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ആളുകളെ വലിയ തോതിൽ സൽക്കരിക്കുക എന്നുള്ളത് അതിന് അർത്ഥമില്ല. നമുക്ക് സൽക്കരിക്കുവാൻ കഴിയുന്ന നിലയിൽ ആളുകളെ വീട്ടിൽ സ്വീകരിക്കുവാനും നമുക്കുള്ളത് ഷെയർ ചെയ്യുവാനും ഉള്ള മനസ്സുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് അതിനർത്ഥമുള്ളൂ. നമുക്ക് കഞ്ഞിയും ചമ്മന്തിയുമേ നമ്മുടെ വീട്ടിലുള്ളൂ എങ്കിൽ നമ്മൾ അതിഥികളായിട്ട് ആളുകളെ സ്വീകരിക്കുമ്പോൾ അത് മാത്രം കൊടുത്താൽ മതിയാവുന്നതാണ്. അതിഥിപ്രിയർ എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോഴേക്കും 10 കൂട്ടം കറികളും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും അതിനെ സാധിച്ചു എന്ന് വരില്ല. എന്ന് മാത്രവുമല്ല, അത് ഒരു ഭാരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതയ്ക്കും സാഹചര്യങ്ങൾക്കും അവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് പക്ഷെ ആളുകളെ ഭവനത്തിൽ കൈക്കൊള്ളുവാനും സ്വീകരിക്കുവാനും മനസ്സുള്ള ആളുകൾ അവരായിരിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷന്മാരെ കാണാനായിട്ടൊക്കെ
ആളുകൾ, ധാരാളം സഭാംഗങ്ങളും പുറത്തുള്ളവരും ഒക്കെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരെ വീട്ടിൽ കൈക്കൊള്ളുന്ന ആളുകൾ ആയിരിക്കണം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് അനേക സഭകളിലും അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാൻ അംഗമായിരുന്ന ചില സഭകളിലൊക്കെ സഭാ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുടെ വീട് അങ്ങനെ അടഞ്ഞു കിടക്കും. സഭായോഗത്തിന് വരുമ്പോഴോ സഭായോഗം കഴിഞ്ഞോ ആ ഭവനത്തിൽ ആരും തന്നെ പ്രവേശിക്കുന്നത് ഞാൻ അനേക കാലങ്ങളിൽ അങ്ങനെയുള്ളൊരു സഭയിൽ അംഗമായിരുന്നു. ആരും തന്നെ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും സഭാ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവര് അതിഥിപ്രിയരായിരിക്കണം, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അപ്പോൾ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം എന്ന് പറയുമ്പോൾ ഉപദേശം രണ്ട് തലത്തിലുണ്ട്. ഒന്ന്, ബൈബിളിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഉപദേശ സത്യങ്ങളെ പഠിപ്പിക്കുവാന് അതിനുള്ള പ്രാഗൽഭ്യവും അതിനുള്ള അറിവുമുള്ള ആളുകളായിരിക്കണം അവര്. അതുപോലെ തന്നെ സഭകളിൽ നമുക്കറിയാമല്ലോ, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടപെടുമ്പോൾ തർക്കങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രായോഗികമായ പരിജ്ഞാനത്തോടു കൂടി അതിൽ ഇടപെട്ട് ആളുകൾക്ക് കാര്യങ്ങളെ ബോധ്യം വരുത്തുവാൻ കഴിയുന്ന നിലയിലുള്ള ആത്മീയ പരിജ്ഞാനമുള്ള ആളുകളായിരിക്കണം അങ്ങനെയുള്ള ആളുകൾ. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഉപദേശിപ്പാൻ ചില സഭകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം, അവര് എന്തെങ്കിലുമൊക്കെ സഹോദരങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും പ്രശ്നമൊക്കെ ഉണ്ടായാൽ അതിൽ ഈ മൂപ്പന്മാർ ഇടപെട്ടു പോയാൽ ആ പ്രശ്നം വളരെ വഷളാകും. അത് ഒരുപക്ഷെ അവരിടപെടാതിരുന്നുവെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാകുന്നതുകൊണ്ട് മൂപ്പന്മാരുടെ അടുക്കൽ വിശ്വാസികൾ പ്രശ്നപരിഹാരത്തിനായിട്ട് പോവുക പോലുമില്ല. കാരണം പോയാൽ വഷളാകുമെന്നറിയാം. കുടുംബ പ്രശ്നങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ അതും കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുക്കൽ സഭാ പ്രശ്നങ്ങളുമായിട്ട് പരിഹാരത്തിന് പോകാതെ ആ പ്രശ്നങ്ങളുമായിട്ട് തന്നെ സഭയിൽ തുടരുന്നതായിട്ടുള്ള ആളുകൾ ഞാൻ പല സഭകളിലും കണ്ടിട്ടുണ്ട്, മിക്കവാറും സഭകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾ അവര് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ട ആളുകൾ അല്ലാത്തത് കൊണ്ടാണ് അവർക്കൊരിക്കലും അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതല്ല. പിന്നെ മദ്യപ്രിയനാവരുത്, തല്ലുകാരനാവരുത്, ശാന്തനായിരിക്കണം, കലഹിക്കാത്തവനായിരിക്കണം. അപ്പോൾ ശാന്തനാണെങ്കിൽ കലഹിക്കാത്തവനായിരിക്കുമല്ലോ. അല്ലെങ്കിൽ കലഹിക്കാത്തവനാണെങ്കിൽ ശാന്തനായിരിക്കും. എങ്കിലും അതൊക്കെ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അനുവാദമില്ല എന്നുള്ളതാണ്. കലഹിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ദൈവസഭയെ നടത്തുവാനായിട്ട് കഴിയും? ദൈവസഭയിൽ ഏറ്റവും ആത്മീക പക്വതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ സഭയെ നടത്തുന്നതായിട്ടുള്ള ആളുകളാണ്. അവര് പോലും വഴക്കുണ്ടാക്കുകയും അയോഗ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ ദൈവജനത്തെ ആ ഒരു നിലയിൽ ഉപദേശിക്കുവാനും നടത്തുവാനായിട്ടും കഴിയും? അവര് സ്നേഹത്തിന് അവര് മാതൃകയായിരിക്കണം, സൽപ്രവർത്തികൾക്ക് അവർ മാതൃകയായിരിക്കണം, അതിഥി സൽക്കാരത്തിന് അവർ മാതൃകയായിരിക്കണം, ശാന്ത സ്വഭാവത്തിന് അവർ മാതൃകയായിരിക്കണം, സൗമ്യതയ്ക്ക് അവർ മാതൃകയായിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ മാതൃകയായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരാൾ വഴക്കാളിയായിട്ടുള്ള ഒരാൾ സഭയെ പഠിപ്പിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ അത് വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുകയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങനെ ഒരു ആത്മീയ പരിജ്ഞാനത്തിലേക്കും കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന ഒരു താല്പര്യം അവർക്കില്ല. അവരിൽ എല്ലാത്തരം കൊള്ളരുതായ്മകളും ഉണ്ട്. അതുകൊണ്ട് സഭാ ശുശ്രൂഷകന്മാരിൽ കാണുന്നതായ സ്വഭാവ ദൂഷ്യങ്ങളെ അവരങ്ങ് സഹിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ്. മൂപ്പന്മാരെ വിശ്വാസികളും വിശ്വാസികളെ മൂപ്പന്മാരും അവരുടെ ദുശീലത്തോടു കൂടി, അവരുടെ കപടതകളോടുകൂടി, അവരുടെ എല്ലാ തോന്നിവാസ സ്വഭാവങ്ങളോടും കൂടി ഉൾക്കൊള്ളുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, അതൊന്നും
വചനപ്രകാരമുള്ളതായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു ശുശ്രൂഷകൻ തന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അല്ല, അതിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ നീക്കം ചെയ്യുവാനായിട്ടുള്ള പ്രമാണമാണ് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. 2 or 3 സാക്ഷികൾ ഉണ്ട് എങ്കിൽ ഒരു സഭാ ശുശ്രൂഷകന് എതിരെ അദ്ദേഹത്തിൽ അയോഗ്യമായിട്ടുള്ള, തന്റെ യോഗ്യതയ്ക്ക് വിഘാതമായിട്ടുള്ള സ്വഭാവങ്ങൾ കണ്ടാൽ അവരെ അതിൽ നിന്നും മാറ്റുവാനായിട്ടുള്ള സാധ്യത ദൈവവചനം നൽകുന്നുണ്ട്. അതല്ലാതെ വിശ്വാസികളും അതുപോലെ തന്നെ സഭാംഗങ്ങളും സഭാ ശുശ്രൂഷകന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പരസ്പരം ഇരു കൂട്ടരുടെയും അയോഗ്യതകളെയും തോന്നിവാസങ്ങളെയും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു ദൈവസഭയിൽ ദൈവം അംഗീകരിക്കുന്നതും അനുവദിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ കലഹിക്കാത്തവനായിരിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. നമുക്കറിയാമല്ലോ, ദ്രവ്യാഗ്രഹി അത് ശുശ്രൂഷകന്മാരുടെ മാത്രമല്ല, ദൈവമക്കൾക്കും ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കുവാനായിട്ട് കഴിയുകയില്ല. ദ്രവ്യാഗ്രഹി എന്ന് പറഞ്ഞാൽ മാമോനെ സേവിക്കുന്ന ഒരാളാണ് എന്നർത്ഥം. മാമോനെ സേവിക്കുന്നതിൽ ഒരാളാണെങ്കിൽ അവർക്കൊരിക്കലും ദൈവത്തെ സേവിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ദൈവസഭയെയും സേവിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നതല്ല. പിന്നെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ ഒരാൾക്ക് നല്ല നിലയിൽ ഭരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ അവർക്ക് ഒരു രാജ്യത്തെ വേണമെങ്കിലും ഭരിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അതിനെക്കുറിച്ച് ചില പ്രഗത്ഭരായ വ്യക്തികൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കുടുംബത്തെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാര്യം. അതിനേക്കാൾ എളുപ്പമാണ് രാജ്യത്തെ ഭരിക്കുവാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി അതിശയോക്തിപരമാണെങ്കിലും അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കാനും കഴിയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവസഭയെ പാലിക്കുവാനായിട്ട് ദൈവം അങ്ങനെയുള്ളവരെ അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്: ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരും ആയിരിക്കണം. അപ്പോൾ ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരും ആയിരിക്കണം. അപ്പോൾ മക്കൾ വിശ്വാസികളായിരിക്കണം എന്നുള്ളത് ഒരു യോഗ്യതയായിട്ട്, അവർക്ക് ദുർനടപ്പിന്റെ ശ്രുതി പോലും ഉണ്ടാകരുത് എന്നുള്ളതും ഒരു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഭരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പരിപാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഭയിൽ പരിപാലനമാണ്, ഭവനത്തിൽ ഭരണമാണ്. സഭയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് യഥാർത്ഥത്തിൽ ഭരിക്കുവാനുള്ള വരം എന്ന് പറയുന്ന ഒരു വരത്തെക്കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഈ ദൈവദത്തമായ അല്ലെങ്കിൽ ദൈവം കൃപ നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭരിക്കാനുള്ള വരം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ഭരിക്കുമ്പോൾ അതിനെ പരിപാലനമായിട്ട് മാത്രമേ വിശ്വാസികൾക്ക് തോന്നുകയുള്ളൂ. അല്ലാതെ എൻ്റെ മേൽ എന്തെങ്കിലും അധികാരം നടത്തുന്നു എന്ന് അവർക്ക് തോന്നുകയില്ല. കാരണം ആത്മീയമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും, അതായത് സ്വന്തം വളരെ ത്യാഗപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും വളരെ കൃത്യതയോടെയുള്ള ജീവിതത്തിലൂടെയും വിശ്വാസികളുടെ ആത്മീക നന്മയും നിത്യതയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ പരിപാലനത്തിനാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത്. ഒരു സഭയില് യഥാർത്ഥത്തിൽ ഒരു ഭരണം എന്ന് പറയുന്ന ഒരു ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു കഠിനമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നത്, ആരെങ്കിലും ഒക്കെ പാപം ചെയ്ത് ആളുകൾക്ക് എതിരെ എന്തെങ്കിലും കർശനമായ നടപടികൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരു സഭയിൽ ഒരു അധികാരമുണ്ട് എന്ന് വിശ്വാസികൾക്ക് തോന്നാൻ പാടുള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരാൾ ദൈവവചന വിരുദ്ധമായി പ്രവർത്തിക്കുകയും അത് ദൈവസഭയിൽ ഒരു അച്ചടക്ക നടപടി എടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ്
ഒരു ഭരണം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഭരിക്കാൻ ഒരാളുണ്ട് സഭയിൽ എന്നുള്ള നിലയിൽ ആളുകൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്തിടത്തോളം കാലം മുഴുവനും അത് ഒരു പരിപാലനത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് അല്ലെങ്കിൽ മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ, നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യന് വരുത്. അപ്പോൾ പിശാച് നിഗളിച്ചു, പിശാചിന് ആ നിഗളത്തിന്റെ ഫലമായിട്ട് ശിക്ഷാവിധി വന്നു. മൂപ്പൻ നിഗളിച്ചാൽ പിശാചിന് വന്ന അതേ ശിക്ഷാവിധി വരുമെന്നാണ് പറയുന്നത്. എവിടെ നിന്ന്? പിശാചിന് എന്താണ് ശിക്ഷാവിധി വന്നത്? ഒരു ശ്രേഷ്ഠ ദൂതൻ ഒരു പിശാചായി മാറി നിത്യമായി ദൈവസന്നിധിയിൽ നിന്ന് അവൻ തള്ളിക്കളയപ്പെട്ടു. അപ്പോൾ പിശാചിന് വന്ന ശിക്ഷാവിധി തന്നെ ഒരു മൂപ്പൻ നിഗളിച്ചാലും വരും എന്നുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സ്ഥാനമായോ അധികാരമായോ ഇതൊരു ആഡംബരമായോ മറ്റുള്ളവരുടെ മുമ്പാകെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടോ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ശുശ്രൂഷയെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും ഞാൻ അങ്ങനെ എൻ്റെ ജോലിയും പഠനവും ഒക്കെ ആയിട്ട് പല സഭകളിലൂടെ അങ്ങനെ പോയിട്ടുണ്ട്. 10-14 സഭകളിൽ ഞാൻ അംഗമായിരുന്നിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ കണ്ടതായിട്ടുള്ളൊരു കാര്യവും അനേക വിശ്വാസികളും അതുപോലെ തന്നെ മുതിർന്ന സഭാ ശുശ്രൂഷകന്മാരും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം, ഒരു സഭയിൽ ഇടയന്മാരെ ആക്കി വെച്ചാൽ, അപ്പോയിന്റ് ചെയ്താൽ ആ സഭയുടെ അധോഗതി അപ്പോൾ ആരംഭിക്കുകയാണ്. സഭയിൽ മൂപ്പന്മാരെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ ആ സഭയിൽ പ്രശ്നങ്ങളാണ്. കാരണം ഒരാളെ മൂപ്പനാക്കി വെച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ സ്ഥാനം കിട്ടി, അധികാരം കിട്ടി എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടുകയും അവരുടെ വിശ്വാസികളോടുള്ള, ആടുകളോടുള്ള, സഭാംഗങ്ങളോടുള്ള അവരുടെ മനോഭാവവും പ്രവർത്തനവും സമീപനവും ഒക്കെ വളരെ വ്യത്യാസമായിട്ട് തീരുകയും ചെയ്യുന്നു. അത് അവരാ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്. ഇത് അവരെ മൂപ്പന്മാരായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളുകൾ പോലും പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മിക്കവാറും സഭകളിലെയൊക്കെ പ്രശ്നത്തിന്റെ കാരണക്കാരെന്ന് പറയുന്നത് മൂപ്പന്മാരാണ് എന്ന്. വളരെ അപൂർവം ആളുകളെ മാത്രമേ ഒരു ഇടയ ശുശ്രൂഷാപരമുള്ള ആളുകളായിട്ട് ഞാൻ അംഗമായിരുന്ന സഭകളിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞാൽ പുതിയ ശിഷ്യൻ നിഗളിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിഗളിച്ചാൽ അയാളുടെ കാര്യം അധോഗതിയാണ് എന്നുള്ളതും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പുതിയ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പുതിയ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ അതിനെ സംബന്ധിച്ചൊരു സൂചന നമുക്ക് കിട്ടും. അതായത് ദുർനടപ്പിന്റെ ശ്രുതിയില്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രായത്തിനും അതിനൊരു പ്രാധാന്യമുണ്ട്. നമുക്കറിയാമല്ലോ, എത്ര പക്വതയുള്ള ആളാണെന്ന് പറഞ്ഞാലും 20കളിലും 30കളിലും ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ അനുഭവ സമ്പത്തും പരിജ്ഞാനവും ആത്മീയ വളർച്ചയും അവരുടെ വൈകാരികവും മാനസികവുമായിട്ട് വളർച്ചയൊക്കെ വളരെ കുറവാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദുർനിറപ്പിന്റെ സ്തുതി കേൾപ്പിക്കാനും വിശ്വാസത്തിൽ വരാനും പ്രായമുള്ളതായ മക്കളെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു 35 വയസ്സെങ്കിലും പ്രായമുള്ള ആളുകൾക്ക് ഏറ്റവും മിനിമം അങ്ങനെ ഒരു സ്ഥാനത്ത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് 20കളിലൊക്കെ ഉള്ള ആളുകളെ ഈ അടുത്ത കാലത്ത് പല സഭകളിലും 25 വയസ്സും 24 വയസ്സും ഒക്കെയുള്ള വിവാഹം കഴിക്കാത്ത ആളുകളെ മൂപ്പന്മാരാക്കി വെച്ചിരിക്കുന്നതും തുടർന്ന് അവർ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഒക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു. അതുപോലെ തന്നെ ഇന്ന് പല സഭകളിലും ഒരു ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി ഒരു ഡിഗ്രി സമ്പാദിച്ച് ഒരു വിവാഹവും കഴിച്ചാൽ നേരെ അവരെ ആത്മീയ ശുശ്രൂഷ രംഗത്തേക്ക് ഇടയന്മാരായിട്ട് വിടുന്നതായിട്ടുള്ള കാര്യവും നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ സഭകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും നമുക്കറിയാമല്ലോ. അത് ദൈവവചനം അനുവദിക്കുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. അവരൊക്കെ നിഗളിച്ചു പോകാനും പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അവർ തന്നെയും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. വിശ്വാസികൾക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അവർ തന്നെയും ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ടു പോകുവാനായിട്ട് അത് ഇടയാകും. നിന്നയിലും പിശാചിന്റെ കിണയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം.
ഇത് യഥാർത്ഥത്തിൽ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നിരപവാദ്യനായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം, സുശീലനായിരിക്കണം, മദ്യപ്രിയനായിരിക്കരുത്, തല്ലുകാരനായിരിക്കരുത്, ശാന്തനായിരിക്കണം, കലഹിക്കാത്തവനായിരിക്കണം എന്നൊക്കെ പറയുന്നതിൽ ഈ കാര്യങ്ങളും വരുന്നുണ്ട്. നിന്നയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരുമായിരിക്കണം. ഇത് വിശ്വാസികളുടെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ചല്ല, പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യമുള്ള ആളുകളായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ നിന്നയിൽ, അതായത് ഒരു സഭാ ശുശ്രൂഷനെ കുറിച്ച് സമൂഹത്തിലുള്ള ആളുകൾ നിന്നയോടെ സംസാരിക്കാനായിട്ട് പാടില്ല. നിന്നയോടെ സംസാരിക്കുന്നെങ്കിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ. അപ്പോൾ പിശാചിന്റെ കണിയിൽ കുടുങ്ങാൻ മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾക്ക് പോലും സാധ്യതയുണ്ട്. പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ കെണിയിൽ കുടുങ്ങാൻ ഉള്ള സാധ്യതയുണ്ട്. മൂപ്പന്മാർക്ക് ആ സാധ്യത ഉണ്ടെങ്കിൽ സഭാംഗങ്ങൾക്ക്, വിശ്വാസികൾക്ക് അതിനുള്ള സാധ്യത എത്രയോ ആണ്. ഇന്ന് അനേക സഭകളിലും ശുശ്രൂഷകന്മാരും സഭാംഗങ്ങളും ഒക്കെ ഈ പിശാചിന് കെണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മളൊരു ദൈവസഭയിൽ അംഗമായിരിക്കുകയും ആ അംഗത്വത്തിൽ തുടരുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതെല്ലാം വളരെ ഉത്തരവാദിത്വമുള്ളതും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതും വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ജീവിക്കേണ്ടതായിട്ടുള്ള ജീവിതമാണ്. അത് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ജീവിതമല്ല. അതിലേറെ ശ്രദ്ധ വേണം. അതിന് വളരെ വ്യക്തമായ, കൃത്യമായ, യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അനുവാദമില്ലാത്തതായ യോഗ്യതകൾ വചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ സഭയിൽ ഉണ്ടായി വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരുവാൻ പ്രാപ്തിയുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടയ ശുശ്രൂഷ വരങ്ങളൊക്കെ ഉള്ള ആളുകൾ സഭയിൽ ഉണ്ടായി വരുന്നതിലാണ് ഒരു സഭയുടെ നന്മയും വളർച്ചയും എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് വാക്കുകൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. ദൈവം ദാനമായിട്ടാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ കൊടുക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വരം ആഗ്രഹിച്ചാൽ ദൈവം അത് ഒരുപക്ഷെ കൊടുക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കുവാനായിട്ട് കഴിയും. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ എന്നൊരു വാക്യമുണ്ടല്ലോ. അവിടെ മറ്റൊരു പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും വളരെ ദൈവസന്നിധിയിൽ ദൈവജനത്തോടും ആത്മീയ ശുശ്രൂഷകളോടുമുള്ള വളരെ താല്പര്യത്തോടു കൂടി അങ്ങനെയുള്ള ശുശ്രൂഷകൾ ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ ദൈവം അവർക്ക് അങ്ങനെയുള്ള ശുശ്രൂഷകൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ യോഗ്യതകളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാർക്കാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കാണ്. ഇതിലേതെങ്കിലും യോഗ്യതകൾ വിശ്വാസികൾക്ക് വേണ്ട എന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഈ യോഗ്യതകളെല്ലാം വിശ്വാസികളിൽ നിന്ന് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. എബ്രായലേഖനം നാം വായിക്കുമ്പോൾ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടക്കാന്മാരായിരിക്കുവാൻ എന്നുള്ള പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പക്വതയിലേക്ക് വരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂപ്പന്മാർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഞങ്ങൾക്ക് എങ്ങനെയും ആകാം എന്ന് പറയുന്ന മനോഭാവമാണ് ഇന്ന് അനേക സഭകളിലും വിശ്വാസികൾക്കുള്ളത്. എന്തായാലും നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു 10, 15, 20 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ എല്ലാ യോഗ്യതകളും ഉള്ളവരായിരിക്കണം. ഇല്ല എങ്കിൽ അതൊരു വലിയ ആത്മീയ രോഗമോ പ്രശ്നമോ ആയിരിക്കും. ഇത് അങ്ങനെ ആയിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂപ്പന്മാരല്ലെങ്കിലും ഈ യോഗ്യതകളെല്ലാം നമുക്ക് ഉള്ളവർ ആയിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തെയും ആത്മീയ ശുശ്രൂഷകളെയും സഭാംഗത്തെയും അല്ലെങ്കിൽ സഭാജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും ഒക്കെ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ എടുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സുബോധത്തെ നൽകുമാറാകട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.